ഓപ്പറേഷൻ കളിമണ്ണ്. എന്റെ തലക്കകത്തുള്ള കളിമണ്ണ് ഞാൻ ചെറുതായിട്ടൊന്ന് യൂസ് ചെയ്തു. നിങ്ങൾക്കറിയാം, ഞാൻ കഴിഞ്ഞ എപ്പിസോഡില് നമ്മുടെ ഈ ഒരു വരാൻ പോകുന്ന ഈ ഒരു ബേസിനകത്ത് ഒരുപാട് ഡർട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഇത് വെച്ചതിന്റെ കൂടെ തന്നെ ഞാൻ കഴിഞ്ഞ എപ്പിസോഡ് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇനി എനിക്കൊരു ഗ്രാസ് ബ്ലോക്ക് ഒന്ന് ഒപ്പിച്ചിട്ട് അത് ഇവിടെ കൊണ്ടുവന്ന് ഈ ഒരു ഡർട്ട് എല്ലാം ഒന്ന് ഗ്രാസ് ആകണമെന്ന്. അതെന്തായാലും എനിക്ക് ഇപ്പൊ ചെയ്യാൻ പറ്റൂല എന്നാണ് ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത്. കാര്യം ആ ഒരു സിൽട്ടച്ചുള്ള ടൂൾ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു ഗ്രാസ് ബ്ലോക്ക് പൊട്ടിച്ചെടുക്കാൻ പറ്റുള്ളൂ. അതായത് എന്റെ കയ്യിലോട്ട് വരുന്ന രീതിയിൽ എനിക്ക് പൊട്ടിച്ചെടുക്കാൻ പറ്റുള്ളൂ. പക്ഷേ സുധീണന് വേറെ ഐഡിയ കിട്ടി. ആ ഒരു ഐഡിയ ചെയ്യാൻ വേണ്ടി ഞാൻ ഇന്ന് ഈ ഒരു വേർഡിനകത്തോട്ട് കയറിയത്. അപ്പോഴാണ് ഞാൻ കാണുന്നത് ആദ്യത്തെ എപ്പിസോഡിലെ സുധി എന്റെ ഐഡിയനെ എല്ലാം നശിപ്പിച്ചെന്ന്. നമ്മളിതാ ഈ ഒരു ക്യാബിനകത്തോട്ട് വന്നപ്പോ ഇതിന്റെ ടോപ്പിൽ കുറച്ച് ഗ്രാസ് ഉണ്ടായിരുന്നു. ഞാൻ അതെല്ലാം ടിൽറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു ഫാം ലാൻഡ് ഇവിടെ ഉണ്ടാക്കിയത്. അത് പക്ഷെ ഞാൻ അങ്ങനെ ടിൽറ്റ് ചെയ്തിട്ടില്ലായിരുന്നെങ്കിൽ എനിക്ക് ഈ ഒരു ബ്ലോക്കിനെ താഴോട്ട് കൊണ്ടുപോകാൻ പറ്റിയേനെ, ഒരുപാട് സ്റ്റെയർ കേസ് വെച്ച്. അത് തന്നെ അതാണ് ഞാൻ ഇന്നത്തെ എപ്പിസോഡ് ചെയ്യാൻ പോകുന്നത്. അതാണ് ഓപ്പറേഷൻ കളിമണ്ണ്. അപ്പൊ ഞാനിത് അങ്ങനെ മാറ്റിയില്ലായിരുന്നെങ്കിൽ എനിക്ക് ഇവിടെ നിന്ന് കുറച്ച് ഈ ഒരു നോർമൽ ഡർട്ട് വെച്ച് ഒരു സ്റ്റെയർ കേസ് വഴി നേരെ താഴോട്ട് കൊണ്ടുപോയി ആ താഴെയുള്ള ആ ഒരു പാത്തിലോട്ട് കൊണ്ടുപോയി കണക്ട് ചെയ്താൽ മതിയായിരുന്നു. അതെന്നാ പതിയെ സ്പ്രെഡായി നേരെ താഴോട്ട് അങ്ങ് പോയേനെ. ആ ഒരു സിൽട്ടച്ച് കിട്ടുന്നവരെ ഞാൻ വെയിറ്റ് ചെയ്യണ്ടായിരുന്നു. എന്നെനിക്ക് താഴത്തെ ജോലി ഒരുപാട് തീർക്കാൻ പറ്റിയേനെ. പക്ഷെ ഫസ്റ്റത്തെ എപ്പിസോഡിൽ സുധി എന്നെ ചതിച്ചു. ഇവിടെ ഉണ്ടായിരുന്ന ഗ്രാസ് എല്ലാം നശിപ്പിച്ച്. അപ്പൊ ആ പ്ലാൻ നടക്കൂലെന്ന് പറഞ്ഞിരുന്നപ്പോഴാണ് ഞാൻ കാണുന്നത് തൊട്ട് മേലിൽ നമുക്ക് വേറെ ഗ്രാസ് ബ്ലോക്ക് ഉണ്ട്, ദൂരിക്കുന്നത് ഉണ്ട്. അപ്പൊ ഈ ബ്ലോക്ക് അല്ല, അതിന്റെ തൊട്ട് താഴെയിരിക്കുന്നത് ഈ ഒരു ബ്ലോക്കിൽ നിന്ന് ഒരു സ്റ്റെയർ കേസ് ഒന്ന് താഴോട്ട് ഇങ്ങനെ വെച്ച് വരാൻ പറ്റി കഴിഞ്ഞാൽ എനിക്ക് ആ ഒരു ഗ്രാസ് ബ്ലോക്കിനെ താഴോട്ട് കൊണ്ടുവരാൻ പറ്റും. എനിക്കറിയാം നമ്മുടെ ഔട്ട് സൈഡ് എന്ന് പറയുന്നത് നല്ല ടോക്സിക്കാണ്. അപ്പൊ ആ ഒരു ഗ്രാസിന്റെ മേളിലും കുറച്ച് ടോക്സിക് പാർട്ടികളെല്ലാം കാണാൻ ചാൻസ് ഉണ്ട്. എന്നാലും കുഴപ്പമൊന്നുമില്ല. അത് പതിയെ സ്പ്രെഡായി താഴോട്ട് പോകുമ്പോൾ തന്നെ അതിന്റെ ടോക്സിക് പാർട്ടികളെല്ലാം വെക്കോളും. നീ എന്ന് പറയുന്ന മീൻകുട്ടി കണ്ട, മീൻകുട്ടിയെ സംബന്ധിച്ച്. പക്ഷെ ഞാൻ ചെന്ന് ഇടിക്കാൻ പോകുന്ന മതിൽ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഗ്രാസ് സ്പ്രെഡ് ആവുന്നത് നല്ല സ്ലോ ആണ്. ഞാൻ ഇന്ന് തന്നെ ഇത് കംപ്ലീറ്റ് അങ്ങ് താഴെ വരെ വെച്ചാലും ഈ ഒരു എപ്പിസോഡ് തീരുന്നതിന് മുമ്പ് തന്നെ അത് കംപ്ലീറ്റ് സ്പ്രെഡായി താഴെ വരെ എത്തുന്നു എനിക്ക് തോന്നുന്നില്ല. കാര്യം അതിന് ഒറ്റ ലൈനിൽ കൂടെ താഴോട്ട് പോകേണ്ടത്. എന്തായാലും ഞാൻ വിചാരിച്ച് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. അതങ്ങനെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വേറെ ഏതെങ്കിലും ബിൽഡിൽ വർക്ക് ചെയ്ത് നിൽക്കുമ്പോൾ ഇത് പതിയെ സ്പ്രെഡായി താഴെ എത്തിക്കോളും. എന്തായാലും ഞാൻ ആ ഒരു സിൽട്ടച്ച് ടൂൾ ഒപ്പിക്കുന്നവരെയൊന്നും ഇത് ലേറ്റ് ആവാൻ ചാൻസ് ഇല്ല. അതിന് മുമ്പേ തന്നെ ഇത് താഴെ സ്പ്രെഡായി എത്തിക്കോളും. എന്തുകൊണ്ടാണ് ഞാൻ ആ ഒരു സിൽട്ടച്ചിന്റെ പരിപാടി ഞാൻ ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നല്ല സമയമെടുക്കും. ഒന്നാമത് ഞാൻ ക്യാബിനകത്താണ് നിൽക്കുന്നത്. എനിക്കിവിടെ വില്ലേജറിനെ കിട്ടാനും പാടാണ്. കൂടെ തന്നെ ആ ഒരു എൻജാനിങ് ടേബിൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ബുക്ക് വേണം. ആ ഒരു ബുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പേപ്പർ വേണം. ആ പേപ്പർ ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ഷുഗർ കെനും വേണം. ഷുഗർ കെൻ എൻ്റെ ഇല്ല. ഈ ഒരു ക്യാബിനകത്തുനിന്ന് എനിക്ക് എങ്ങനെ ഷുഗർ കെൻ ഒപ്പിക്കാൻ പറ്റുന്ന ഒരു ഐഡിയ ഇല്ല. അത് നാളത്തെ സുധിയുടെ പ്രോബ്ലമാണ്. ഇന്നത്തെ സുധിക്ക് ഇപ്പോൾ ഈ ഒരു ഗ്രാസിന് ഏറ്റവും താഴെ എത്തിക്കണം. അതാണ് ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത്. നമ്മൾ താഴെ ആ ഒരു സ്പോണർ കണ്ടുപിടിച്ചപ്പോൾ അതിനകത്ത് 2 ചെസ്റ്റ് ഉണ്ടായിരുന്നു. ഈ 2 ചെസ്റ്റ് എടുത്തിട്ട് ഇത് തന്നെ ഇവിടെ അങ്ങ് പ്ലേസ് ചെയ്ത് എന്റെ കയ്യിലിരിക്കുന്ന ഐറ്റംസ് എല്ലാം ഇവിടെ വെച്ചിരിക്കാന്ന്. ഒരുപാട് ചവറിപ്പ് എന്റെ കയ്യിലോട്ട് കിട്ടുന്നുണ്ട്. ബൈ ദ വേ ഇതെല്ലാം വെച്ചിട്ട് എന്തോന്ന് ചെയ്യുന്ന എനിക്കൊരു ഐഡിയ ഇല്ല. എന്തായാലും കയ്യിലിരുന്നോട്ട്. അപ്പൊ ഇന്നത്തെ ഈ എപ്പിസോഡിന്റെ ഫസ്റ്റ് തന്നെ ടാസ്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഡർട്ട് ഒപ്പിക്കണം. ഒരുപാട് ഡർട്ട് ഒപ്പിച്ചിട്ട് ഇവിടെ നിന്ന് ഒരു സ്റ്റെയർ കേസ് ഉണ്ടാക്കാൻ തുടങ്ങിയാൽ മാത്രമേ എനിക്കത് താഴെ വരെ റീച്ച് ചെയ്യാൻ പറ്റുള്ളൂ. ഇതെനിക്ക് ടോപ്പിൽ നിന്ന് തുടങ്ങേണ്ട ഒരു കാര്യമില്ലായിരുന്നു. ഇവിടെ ഉണ്ടായിരുന്ന ആ ഒരു ഗ്രാസിനെ ഞാനൊന്നും ചെയ്യാതിരുന്നിരുന്നെങ്കിൽ. പക്ഷെ അത് ചെയ്താൽ മാത്രമേ എനിക്ക് എന്തെങ്കിലും കഴിക്കാനും കിട്ടുള്ളായിരുന്നു. അപ്പൊ ഈ ഒരു വേൾഡിന്റെ തുടക്കത്തിൽ തന്നെ ആ ഒരു ഗ്രാസിനെ താഴോട്ട് കൊണ്ടുപോകാൻ നിൽക്കുന്നതിന്റെ കാര്യം എനിക്ക് ഇപ്പോഴും ഈ ഒരു ഫുഡിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ആവാത്തതുകൊണ്ടാണ്. ഈ ഒരു വീറ്റ് വളരാൻ വേണ്ടി ഇത്രയും സമയം എടുക്കുമെന്ന് ഞാൻ ഇതുവരെയായിട്ടും വിചാരിച്ചിട്ടില്ല. ഇതിപ്പോ 3ാമത്തെ ദിവസമാണ് ഞാൻ ഈ ഒരു പരിപാടി കയറി കളിക്കുന്നത്. എന്റെ പേരിൽ ഇത്രയും വീറ്റ് മാത്രമുണ്ട് ഇവിടെ. ഇതൊന്നും മുഴുവൻ നിറയ്ക്കാൻ പോലും എന്നെ കൊണ്ട് പറ്റുന്നില്ല. അപ്പൊ ഈ ഒരു ഗ്രാസിനെ താഴോട്ട് കൊണ്ടുപോകുന്ന സമയത്ത് തന്നെ ഈ ഒരു ഫുഡിന്റെ കാര്യത്തിൽ ഏകദേശം തീരുമാനമാവുമെന്നാണ് എന്റെ വിശ്വാസം. നമുക്ക് അതും കൂടി നോക്കാം. പിന്നെ നിങ്ങൾ താഴെ കമന്റ് സെക്ഷനിൽ ടൈപ്പ് ചെയ്തോ, ഒരു കമന്റ് അങ്ങ് ഡിലീറ്റ് ചെയ്തോ. ഇല്ല, ഡർട്ടിന്റെ മേലെ ഞാൻ എത്ര പ്രാവശ്യം ഒരു ബോൺ മിൽ വെച്ച് ക്ലിക്ക് ചെയ്താലും അത് ഗ്രാസ് ബ്ലോക്ക് ആവില്ല. അതാണ്ട് ഞാൻ അവിടെ ക്ലിക്ക് ചെയ്യുന്നുണ്ട്, ഒന്നും നടക്കുന്നില്ല. അതുപോലെ തന്നെ ഞാനിപ്പോൾ എവിടെ നിന്നെങ്കിലും ഒരു ഗ്രാസ് ബ്ലോക്ക് ഒപ്പിച്ചുകൊണ്ട് വന്നെന്ന് വിചാരിച്ചോ, അത് ഇവിടെ കൊണ്ടുവച്ചിട്ട് അതിന്റെ മേലെ ഞാൻ ബോൺ മിൽ ചെയ്താലും ഈ തൊട്ടടുത്തുള്ള ഡർട്ട് ബ്ലോക്ക് ഒന്നും ഗ്രാസ് ആവാൻ പോകുന്നില്ല. അത് ഞാൻ അങ്ങനെ തന്നെ വെച്ചിരുന്ന് കുറെ നേരം കഴിഞ്ഞത് തനിയെ സ്പ്രെഡ് ആകുമ്പോൾ മാത്രമേ ഈ കാണുന്ന ഡർട്ട് എല്ലാം നമുക്ക് ഗ്രാസ് ആക്കി കിട്ടുള്ളൂ. കുറച്ച് പേരെങ്കിലും ഇത് കമന്റിൽ പറയും. അതുകൊണ്ടാണ് ഞാൻ പണ്ടൊരു ബേസ് ഉണ്ടാക്കിയപ്പോൾ അതിനകത്ത് ഇതേപോലെ ഞാൻ ഡർട്ട് വെച്ചിട്ട് അതിനെ ഗ്രാസ് ആക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തു. അപ്പോൾ കുറെ പേര് വന്ന് പറഞ്ഞ കാര്യം അതാണ്. അത് വർക്ക് ആവൂല. ഓക്കെ, ഇനി പോയിട്ട് നമുക്ക് പണി സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ചെയ്യേണ്ടത് ഒരുപാട് ഡർട്ട് കളക്ട് ചെയ്തുകൊണ്ട് വരണം. എന്നാലേ നമുക്ക് അത് ഇവിടെ നിന്ന് വരി വെച്ച് നേരെ താഴോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പൊ അതിന് വേണ്ടിയിട്ട് എന്റെ കയ്യിലുള്ള സ്റ്റിക്കെല്ലാം എടുത്ത് ഒരുപാട് ഷവൽ ഉണ്ടാക്കാം. അതൊരു 3-4 നമുക്ക് വേണ്ടി വരും. എന്നാലേ ഇവിടെ നിന്ന് നമുക്ക് താഴെ വരെ അത് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പൊ ഞാൻ ഇനി അടുത്തുള്ള ക്യാബിലോട്ടിലൊന്ന് കയറി നോക്കിയിട്ട് ഒരുപാട് ഡർട്ട് ഒന്ന് ഒപ്പിച്ചുകൊണ്ട് വരാം. അതിന് ഞാൻ ഇനി എങ്ങോട്ട് പോകുമോ എന്തോ. ഈ ഒരു ഫുഡ് ഇല്ലാത്തതുകൊണ്ട് എനിക്ക് ഒരുപാട് ദൂരം ഓടാനും പറ്റൂല. അത് സാരമില്ല, ഈ ഒരു ഏരിയക്കകത്ത് ഞാൻ ക്രീപ്പറിനെ സ്കെലറ്റിനെ മാത്രം മേടിച്ചാൽ മതി. അതായിരിക്കും ഒരുപാട് ഡർട്ട്. അവിടെ എവിടെയോ ഒരു സ്കെലറ്റ് നിൽപ്പുണ്ട്. റോട്ടം ഫ്രഷ് ഡർട്ട് ഇവിടെ നിന്ന് തന്നെ ഇവിടെ നിന്ന് എടുക്കേണ്ടി വരും. താഴോട്ട് പോയിട്ട് കാര്യമൊന്നുമില്ല. അവിടെ ഉള്ളതെല്ലാം ആൾറെഡി ഞാൻ അടിച്ച് മാറ്റി കഴിഞ്ഞു. അപ്പൊ ഞാൻ ഇവിടെയൊക്കെ ഉള്ളത് എടുക്കാം. ഓക്കെ, എന്റെ കയ്യിലോട്ട് കുറച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ ഈ ഒരു സ്റ്റാർട്ടിങ് മാത്രം ഒന്ന് ചെയ്ത് നോക്കാം. ഇവിടെ നിന്ന് കുറച്ച് ദൂരം മാത്രം ചെയ്ത് നോക്കാം. ആ ഒരു ഗ്രാസ് താഴോട്ട് വരുന്നുണ്ടോ അറിയണമല്ലോ. ഇതിങ്ങനെ വച്ചിട്ട് ഞാൻ താഴോട്ട് പോയിട്ട് വേറെ ഡർട്ട് എടുത്തോണ്ട് വരാം. ഇങ്ങോട്ട് കയറി ഒരെണ്ണം ഇവിടെ, അതുപോലെ നേരെ താഴോട്ട്, ഇതുപോലെ നേരെ ഈ ഒരു സ്റ്റെയർ കേസ് വെച്ചിട്ട് താഴോട്ട് കൊണ്ടുപോകണം. നേരെ താഴോട്ട് ഇവിടെ എൻഡർമാൻ നിൽക്കുന്നു. ഇവന് വേറൊരു സ്ഥലം ഇല്ലേ എന്തോ. നിൽക്കുന്ന ഇവനെ ഇപ്പൊ തന്നെ തീർത്തേക്കാം. അല്ലെങ്കിൽ
ഇതിനകത്തുനിന്ന് അവിടെ നിന്ന് വെള്ളം വന്നത്. ഇവിടെ ഒരു വാട്ടർ കേവ് ഉണ്ടായിരുന്ന. ഞാൻ താഴോട്ട് പോയിട്ടാണ് ഈ വെള്ളം എടുത്തോണ്ട് വന്നത്. ഞാൻ കുറച്ചൊന്ന് നീങ്ങിട്ട് ഇവിടെ ഒരു ബ്ലോക്ക് മാറ്റിയാൽ മതിയായിരുന്നു. ഇവിടെ ഒരു വാട്ടർ കേവ് ഉണ്ടായിരുന്നു. ഇതാ ചെറിയൊരു വാട്ടർ കേവ്, ഒരു ചെറിയൊരു പോക്കറ്റ് പോലെ. ഇതിനകത്ത് ഒരുപാട് വെള്ളം ഉണ്ടായിരുന്നു. പറഞ്ഞിട്ട് കാര്യമില്ല. ഇതിന് ഒരുപാട് സമയം എടുക്കുമായിരിക്കും ആ ഒരു ഗ്രാസ് ഇങ്ങോട്ടൊന്ന് വരാൻ. ഞാൻ താഴോട്ട് വരെ ഒന്ന് കൊണ്ട് വച്ചിരിക്കാം. അത് പതിയെ വരുന്നെങ്കിൽ വരട്ടെ. ഓക്കെ, ഞാൻ ഇത്രയും വെച്ചിട്ടുണ്ട്. ഇപ്പോഴെന്താ ഇതിന്റെ ടോപ്പിലൊന്നും വന്നിട്ടില്ല. അതാ ഇതായി. ഇതാവും മുമ്പേ ഇതായി. അതെങ്ങനെ? തൊട്ടടുത്ത് വേറെ ഏതെങ്കിലും ബ്ലോക്ക് ഉണ്ടായിരുന്നു. അതുമായി. ഇതിന്റെ നേരെ മേലെ തോന്നിരിപ്പുണ്ട്. ചിലപ്പോൾ അവിടെ നിന്ന് നേരെ ഇങ്ങോട്ട് ജമ്പായി കാണും. ഇതെങ്ങനെ വർക്കാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ ഇതാ ഗ്രാസ് ആയിട്ടുണ്ട്. ഇനി ഇതിങ്ങനെ പതിയെ താഴോട്ട് വന്നുകൊണ്ടിരിക്കും. ഇതേപോലെ ഇതിങ്ങനെ നേരെ കൊണ്ടുപോയി താഴെ ആ ഒരു റെവന്യൂ വരെ ഒന്ന് തട്ടിക്കണം. എന്നാൽ നമുക്ക് വിജയമാണ്. ഞാൻ എന്തായാലും ഈ ഒരു കൊണ്ടുവന്ന ഡർട്ട് മുഴുവൻ വെച്ചിട്ട് ഒന്ന് താഴോട്ട് വരെ എത്തിച്ച് നോക്കാം. ഈ ഒരു സ്റ്റെയർ കേസ് ഒന്ന് പൊട്ടിച്ച് മാറ്റിയിട്ട് ഇപ്പൊ തീർന്നേനെ. ഇവിടെ നമുക്ക് ഈ ഒരു ഡർട്ട് ഇങ്ങനെ വെക്കാം. അതപ്പോ പതിയെ സ്പ്രെഡ് ആയിങ്ങോട്ട് വന്നോളൂ. ഇത് കംപ്ലീറ്റ് താഴെ എത്തിച്ചിട്ട് പിന്നെ ഇതെല്ലാം പൊട്ടിച്ച് മാറ്റുന്നത് വലിയ പണിയായിരിക്കും. എന്നാലും ആ ഒരു സിൽട്ട ചൊപ്പിക്കുന്നതിനേക്കാൾ നല്ല പണി കുറവ് തന്നെ. അതുകൊണ്ട് ഞാൻ ഇത് ചെയ്യാൻ പോകുന്നു. ഓക്കെ, അത് വരുന്നുണ്ടോ? ഏതൊരെ ഒന്നും ആയില്ല. നേരത്തെ വന്ന 2 ബ്ലോക്കിൽ തന്നെ ഇപ്പോഴും നിൽക്കുന്നത്. പിന്നെ ഇത് സ്പ്രെഡ് ആവാൻ വേണ്ടിയിട്ട് ടോർച്ച് വെച്ചാൽ നല്ലതായിരിക്കും. വെട്ടം വേണം. വെട്ടമുള്ള സ്ഥലത്തോട്ട് മാത്രമേ ഈ ഒരു ഗ്രാസ് സ്പ്രെഡ് ആവുള്ളൂ. അപ്പൊ ഞാൻ ഈ ഒരു സംഭവം വയ്ക്കുന്നതനുസരിച്ച് ഈ ഒരു ടോർച്ചും പ്ലേസ് ചെയ്ത് പോവാം. അര ഹാർട്ട് പിന്നെയും പോയി. എന്താ ഇങ്ങനെ വെച്ച് പോവാം. ഈ ഒരു ടോർച്ച് ഇതിന്റെ മേലോട്ട് വെച്ചതുകൊണ്ട് ഇതിങ്ങനെ സ്പ്രെഡ് ആവാതിരിക്കുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. നോക്കാം. എന്തായാലും ഞാൻ ഇതെല്ലാം അങ്ങ് വെച്ചിരിക്കാം. പതിയെ അത് താഴോട്ട് വരട്ടെ. ഇത് നല്ല സമയം എടുക്കും, ഒരുപാട് സമയം എടുക്കും ഇത് നേരെ താഴെ വരെ എത്താൻ. എന്തായാലും ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിരിക്കാം. അത് പതിയെ അങ്ങ് വരട്ടെ. നമുക്ക് വേറെ അത്യാവശ്യമൊന്നും ഇല്ലല്ലോ. ഇനി ഞാൻ എന്താ ഇവിടെ നിന്ന് അങ്ങോട്ട് കൊണ്ടുപോകാം. അതായിരിക്കും കറക്റ്റ്. ഇവിടെ നിന്ന് ഇങ്ങോട്ട്. ഇതിനി നേരെ താഴോട്ട് കണ്ടിന്യൂ ചെയ്ത് പോകണമല്ലോ. അത് ഞാൻ ഈ ഒരു സ്റ്റെയർ കേസ് പോലെ തന്നെ കൊണ്ടുപോകാൻ വേണം. അല്ലാതെ ഞാൻ എങ്ങനെ വയ്ക്കാൻ നോക്കിയാലും ഇത് വർക്കാവില്ല. എന്റെ കയ്യിൽ ഈ ഒരു വെള്ളമുണ്ട്. ഇത് ജോലി കുറച്ചുകൂടെ ഒന്ന് ഈസിയാക്കും. നമുക്ക് ഇതിന്റെ അടിയിലോട്ട് കുറച്ച് ബ്ലോക്ക് വെക്കണം. അതിന് വേണ്ടി ഈ ഒരു വെള്ളം ഇങ്ങനെ പ്ലേസ് ചെയ്തിട്ട് ഈ ഒരു വെള്ളത്തിലോട്ട് ലാൻഡായി പതിയെ താഴോട്ട് ഇറങ്ങി ഇതിനടിയിൽ ഈ ഒരു ബ്ലോക്ക് വെച്ചിട്ട് അതിനടുത്ത് ഡർട്ട് അതാ കണ്ട ഇങ്ങനെ അങ്ങ് വെച്ച് പോയാൽ മതി. ഇത് ഇത്തിരി സമയം എടുക്കുന്ന പരിപാടിയാണ്. എന്നാലും കുറച്ചും കൂടെ ഒന്ന് സേഫ് ആണ്. ഞാൻ മര്യാദയ്ക്ക് കളിച്ചു കഴിഞ്ഞാൽ ഒന്നും കൂടി ഇവിടെ ഇത് ഞാനിങ്ങനെ ഈ ഒരു വെള്ളം ഒഴിക്കുമ്പോൾ താഴോട്ട് പോയിട്ട് അത് ടോർച്ച് പൊട്ടിക്കും. എന്നാലും കുഴപ്പമില്ല. ഞാനത് പിന്നീട് താഴോട്ട് ചെന്നിട്ട് അതിനെ ശരിയാക്കി കൊള്ളാം. ഒന്നിവിടെ നേരെ മേലോട്ട് കയറി വെള്ളം തിരിച്ചെടുത്തിട്ട് അവിടെ തന്നെ ഈ ഒരു ഡർട്ട്. ഇത് എളുപ്പമുണ്ട്. ഇത് ഇവിടെ ഒരു ടോർച്ച് വരുന്നോട്ടെ. ഒരു ബ്ലോക്ക് ഇവിടെ, ഒരു ഡർട്ട് ഇവിടെ. ഇനി ഇവിടെ മതിലുണ്ട്. ഇതിൽ വെച്ചങ്ങ് പോയാൽ മതി. അത് ഇവിടം വരെ. ഇനി താഴോട്ട് മതിലില്ല. അതുകൊണ്ട് നമുക്ക് ഇവിടെ നിന്ന് നേരെ താഴോട്ട് അങ്ങോട്ട് പോകാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ബക്കറ്റ് വെള്ളം ഇവിടെ നേരെ താഴോട്ട് ഇറങ്ങിയിട്ട് ഇതിനടിയിലൊരു ബ്ലോക്കും വെച്ച് തിരിച്ച് മേളിലോട്ട് കയറി വെള്ളം തിരിച്ചെടുത്തിട്ട് അതിനടിയിൽ അതേ കോബിൾ സ്റ്റോണിൽ തന്നെ ഒരു ബ്ലോക്ക്. നോക്കി എന്നെ കൊല്ലാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത് നോക്ക്. 2.5 ഹാർട്ട് ഉണ്ട്, ഞാനും ഉണ്ട്. ഞാനിതൊന്ന് താഴോട്ട് എത്തിച്ചോട്ടെ. എന്നിട്ട് ഞാൻ നിങ്ങളുടെ കാര്യത്തിൽ തീരുമാനം ഉണ്ടാക്കാം. ഒറ റീച്ച് ആവുന്നില്ല അവന്മാരെ. ഇവിടെ ഒരു വെള്ളം വെച്ചാലോ? എല്ലാവരും നേരെ താഴോട്ട് പോട്ട്. ഇനി എന്നെ കൊല്ലാൻ വേണ്ടി അവന്മാർ താഴെ വെയിറ്റ് ചെയ്യും. ഞാൻ താഴോട്ട് എത്താറായി. പക്ഷെ എന്റെ ഡർട്ട് എല്ലാം തീർന്ന്. ഇനി കുറച്ചും കൂടി ഡർട്ട് മതിയായിരുന്നു. പക്ഷെ ഇത് വന്നങ്ങ് നിൽക്കുകയാണ് ആശായി. പൊട്ടല്. എന്റെ ഗ്രാസിനൊന്നും പറ്റിയില്ല. അതുകൊണ്ട് കുഴപ്പമില്ല. ഇനി കുറച്ചും കൂടി ഡർട്ട് മതിയായിരുന്നു. താഴെ സ്പ്രെഡ് ആവാൻ തുടങ്ങിയ ഒരു ബ്ലോക്കെങ്കിലും വന്നാൽ ഇങ്ങോട്ട് വന്നു തുടങ്ങി 2 ബ്ലോക്ക് വന്ന്. ഇതിങ്ങനെ പതിയെ പൊയ്ക്കോണ്ടിരിക്കും. അത് നല്ല സമയം എടുക്കുകയും ചെയ്യും. അതാ ഈ ഒരു ഫുഡ് ആവുന്നുണ്ടല്ലോ. ഇതാണ് ഞാൻ പറഞ്ഞത്. ഈ ഒരു സംഭവം ചെയ്യുന്ന സമയം കൊണ്ട് എനിക്ക് ഈ ഒരു ഫുഡ് കുറച്ചും കൂടെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. ഞാൻ കുറച്ചും കൂടി ഡർട്ട് ഇവിടെ നിന്ന് എടുക്കാം. ഈ ഒരു സീലിംഗിൽ നിന്ന് എന്നെ സമ്മതിക്കണം. ഓക്കെ, 10-26 പിന്നെയും കിട്ടി. ഇതും കൂടി കൊണ്ടുവച്ച് കഴിഞ്ഞാൽ മതിയാവുമെന്ന് തോന്നുന്നത്. അതാ പിന്നെയും താഴോട്ട് വന്നത്. ഒരു ടോർച്ച് വെച്ചതുകൊണ്ടായിരിക്കണം. ഇനി ഞാൻ ഇവിടെ ഈ ഒരു ടോർച്ച് വെച്ചിട്ടുണ്ട്. ഈ ഒരു ടോർച്ച് വെച്ച ബ്ലോക്കിലോട്ട് ഇത് സ്പ്രെഡ് ആവുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ എന്തായാലും കുറെ നേരം ഒന്ന് വെയിറ്റ് ചെയ്യാം. അതങ്ങനെ സ്പ്രെഡ് ആവുമെങ്കിൽ അത്രയും നല്ലത്. എന്റെ ഓരോരോ ബിഗ് ബ്രെയിൻ ഗെയിം പ്ലേ ഉണ്ടല്ലേ. ഓക്കെ, ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് നേരെ താഴോട്ട് ഇവിടെ ഡർട്ട് ഈ ഒരു ഗുഹ അടച്ചു വെച്ചിരിക്കാം. ഇതിനകത്ത് ഇനി വേറെ ആരും ഇറങ്ങി വരണ്ട. ഒന്നിവിടെ വേറെ ഒന്നിവിടെ. ഓക്കെ, താഴെ കഴിഞ്ഞ് സോംബീസ് ഉണ്ട്. അവന്മാരെ തീർത്തിട്ട് ഇനി കുറച്ചുകൂടെ വെച്ചാൽ മതി. ഞാൻ എന്താ ഓടി. ഇന്ന് 1.5 ഹാർട്ട് ഉണ്ട്. 1.5 ഹാർട്ട്. ഓക്കെ, അങ്ങനെ ഫൈനലി ഈ ഒരു ഡർട്ടിനെ ഞാൻ നേരെ താഴോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. എന്റെ പേര് സ്തുതി. ഇനി വെയിറ്റ് ചെയ്യണം. ഒരു ഗ്രാസ് പതിയെ സ്പ്രെഡായി ഇങ്ങോട്ട് എത്താൻ വേണ്ടിയിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യണം. ഇത് നല്ല സമയം എടുക്കും. ചിലപ്പോൾ 1-2 മണിക്കൂർ എടുക്കും. ഇത് കംപ്ലീറ്റ് സ്പ്രെഡായിട്ട് ഞാൻ വീഡിയോ നിന്ന് കഴിഞ്ഞാൽ അടുത്ത എപ്പിസോഡ് ചിലപ്പോൾ 3 ദിവസം കഴിഞ്ഞിട്ടേ വരുള്ളൂ. എന്നാലും ഞാൻ ഇവിടെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഏതുവരെ പോകുന്നുണ്ടെന്ന് അറിയാലോ. ഇത് സ്പ്രെഡ് ആയില്ലല്ലേ. ഒരു ടോർച്ച് ഇരിക്കുന്ന ബ്ലോക്കിലോട്ട് ഇപ്പോഴും വന്നിട്ടില്ല. കുറച്ച് വീറ്റും കൂടി എന്റെ കയ്യിലോട്ട് വന്നിട്ടുണ്ട്. ഇതും കൂടി ഞാനത് ബ്രെഡാക്കി തിന്നെ. അപ്പൊ എന്റെ ഹെൽത്ത് കുറച്ചുകൂടെ ഒന്ന് തിരിച്ചു കിട്ടും. 2 ബ്രെഡ് ഉണ്ടാക്കാൻ പറ്റും. 2 ഹെൽത്ത് കുറച്ചൊന്ന് കൂടിയിരുന്നെങ്കിലായിരുന്നു. ഈ ഒരു ഈ ഒരു ടോർച്ച് ഇരിക്കുന്ന ബ്ലോക്കിലോട്ടൊന്ന് വന്നിരുന്നെങ്കിൽ ഒരുവിധം നമുക്കൊന്ന് ഉറപ്പിക്കായിരുന്നു ഈ ഒരു സ്ട്രാറ്റജി വർക്ക് ആവുമെന്ന്. അതല്ലെങ്കിൽ ഞാൻ താഴോട്ട് വെച്ച കംപ്ലീറ്റ് ടോർച്ച് ഒന്ന് പൊട്ടിച്ചെടുക്കേണ്ടി വരും. എന്നിട്ട് വേറെ എവിടെയും ടോർച്ച് വെക്കേണ്ടി വരും. എന്തായാലും വെയിറ്റ് ചെയ്യാം. ഞാനിതോടെ സ്പ്രെഡ് ആവുന്നത് നോക്കി നിൽക്കുകയാണ്. ഇതൊരായിട്ട് സ്പ്രെഡ് ആയില്ല. പക്ഷേ എനിക്കിതാ ഒരു ബ്രെഡും കൂടെ ഉണ്ടാക്കേണ്ട വീട്ടിൽ കിട്ടി. അതും കൂടെ കഴിക്കുമ്പോൾ എന്റെ ഹെൽത്ത് ഒന്ന് കൂടാൻ തുടങ്ങുമെന്ന് തോന്നുന്നു. അതാ കൂടാൻ തുടങ്ങി. ഇത് പെട്ടെന്നാവട്ടെ. ഇതാവൂലേ അല്ലെങ്കിൽ ടോർച്ച് മാറ്റി വെക്കേണ്ടി വരുമോ? ഓക്കെ, ഇത് വർക്കാവല്ല ഉറപ്പിച്ച്. ഇവിടെ ഞാൻ നിൽക്കാൻ തുടങ്ങിയിട്ട് ഒരുപാട് സമയമായി. ഇതുവരെയായിട്ട് ഒരു ഗ്രാസ് അങ്ങോട്ട് സ്പ്രെഡ് ആയിട്ടില്ല. അപ്പൊ ഞാൻ ഇതിന്റെ മേളിൽ വെച്ച കംപ്ലീറ്റ് ടോർച്ചും എൻഡർമാൻ
അവൻ വന്ന് ഇവിടെ ഇരുന്ന ബ്ലോക്കിന് എടുത്തോണ്ട് പോയി. അവനപ്പോൾ തീർക്കണമല്ലോ ഇവിടെ നിന്ന്. ഈ ടോർച്ച് നമുക്കൊന്ന് നീക്കി വെക്കേണ്ടി വരും. അത് വലിയ പണിയൊന്നുമില്ല. ഒരു കോബിൾസ് എന്താ ഇവിടെ വെച്ചിട്ട് ഈ ടോർച്ച് പൊട്ടിച്ച് അതെടുത്ത് അതിന്റെ മേളം വെച്ചാൽ മതി. ഇനി ഇത് ഇങ്ങോട്ട് സ്പ്രെഡ് ആവാനുള്ളതാണ് ആവുമായിരിക്കും. അപ്പൊ ഞാൻ ഇനി അതും കൂടി ഒന്ന് പെട്ടെന്ന് റീപ്ലേസ് ചെയ്തോട്ട് കംപ്ലീറ്റ്. അതാ ഞാൻ വച്ചപ്പോൾ തന്നെ അത് സ്പ്രെഡായി. ഇതാണ്ട ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. ഒരുപാട് സമയം വെറുതെ കളഞ്ഞു, എന്നാലും കുഴപ്പമില്ല. അത് പതിയെ ഇങ്ങോട്ട് വരട്ടെ. ഇവിടെ നിന്ന് നേരെ കറങ്ങി നേരെ താഴോട്ട് വരും. ഓക്കെ, എല്ലാം ഞാൻ റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഇതിന്റെ മേളിൽ ഒരു ടോർച്ചും ഇല്ല. ഇനി പതിയെങ്കിലും അത് ഇങ്ങോട്ട് വരുമായിരിക്കും. മേളിലോട്ട് പോയിട്ട് ഒന്നുകൂടെ നോക്കാം ഇപ്പൊ അത് വരുന്നുണ്ടോ ഇല്ലെന്ന്. നേരത്തെ അത് ഇപ്പോഴും അങ്ങനെ തന്നെ ഇരിപ്പുണ്ട്. ഇനിയും അത് താഴോട്ട് പതിയെ പൊക്കോളും. ഞാൻ ഇവിടെ നിന്നിട്ട് ഒന്ന് വീക്ഷിക്കാം അത് പോകുന്നുണ്ടോ ഇല്ലെന്ന്. അത് പോകുന്നുണ്ട്. നല്ല സ്ലോ ആയിട്ടാണെങ്കിലും അത് അനങ്ങുന്നുണ്ട് അവിടെ നിന്ന്. ചില ബ്ലോക്കെല്ലാം നല്ല പെട്ടെന്ന് വരും, ചിലത് ഇത്തിരി സമയം എടുക്കും. അപ്പൊ പതിയെ ആണെങ്കിലും അതിന് ചെറിയൊരു മൂവ്മെന്റ് ഉണ്ട്. 2 ദിവസമെങ്കിലും എടുക്കുമെന്ന് തോന്നുന്നു ഇതങ്ങെത്താൻ. എന്തായാലും ഞാൻ ഇതങ്ങ് എത്തുന്നത് വരെ ഞാൻ വെയിറ്റ് ചെയ്യാൻ പോകുന്നില്ല. നമ്മുടെ ബാക്കി ജോലിയെല്ലാം താഴെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിങ്ങനെ ബാക്ക്ഗ്രൗണ്ടിൽ കൂടി പതിയെ താഴോട്ട് വരട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് താഴെ ഉള്ള ഈ ഒരു ബേസിന്റെ പണി ഓരോന്ന് ചെയ്യാം. അപ്പൊ എന്തോന്ന് പണിയാണ് ഞാൻ ആദ്യം ചെയ്യാൻ പോകുന്നത്? ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു വുഡ് ഫാർം ആയിരിക്കും. അത് ആദ്യം നമുക്ക് ഉണ്ടാക്കിയാൽ മാത്രമേ നമ്മുടെ ആ ഒരു സ്റ്റോറേജ് നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാൻ പറ്റുള്ളൂ. കാര്യം നമുക്ക് ഒരുപാട് വുഡ് ഉണ്ടാക്കി മാത്രമേ ആ ഒരു ചെസ്റ്റ് ഉണ്ടാക്കിയിട്ട് അതിനകത്ത് കംപ്ലീറ്റ് വെച്ച് നിറയ്ക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതായിരിക്കും എന്റെ ഇവിടുത്തെ ഫസ്റ്റ് പ്രോജക്റ്റ്. അത് തീർക്കുന്ന സമയം കൊണ്ട് തന്നെ മിക്കവാറും ആ ഒരു ഗ്രാസ് എല്ലാം താഴോട്ട് എത്തിക്കോളും. അതിന്റെ പണി ഞാൻ എന്തായാലും അടുത്ത എപ്പിസോഡിൽ സ്റ്റാർട്ട് ചെയ്യാം. പിന്നീട് നമുക്ക് പെട്ടെന്ന് തന്നെ നെതറിലോട്ട് പോകണം. എന്നിട്ട് ആ ഒരു സോൾ സാൻഡ് പെട്ടെന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നാലേ എനിക്ക് ഇവിടെ ആ ഒരു വാട്ടർ എലവേറ്റർ ഉണ്ടാക്കി വെക്കാൻ പറ്റുള്ളൂ. അതെല്ലാം നമുക്കിനി വരുന്ന എപ്പിസോഡ് ചെയ്യാം. ഇത് കണ്ടു കഴിഞ്ഞാൽ വലിയ പണിയൊന്നുമില്ല, പക്ഷെ ഇത്രയും സെറ്റ് ചെയ്യാൻ തന്നെ ഒരുപാട് സമയം എടുത്തു. അപ്പൊ നിങ്ങൾ പോയിട്ട് അടുത്ത എപ്പിസോഡിൽ വാ, നമുക്ക് താഴെ ആ ഒരു ട്രീ ഫാർമിന്റെ പണി സ്റ്റാർട്ട് ചെയ്യാം.